how cold is not enough. 2 വീക്കിന് മുന്നേ നമ്മൾ TDS7439 യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ടോൺ കൺട്രോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ ടോൺ കൺട്രോൾ നിർമ്മിക്കുന്നതായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് അതൊരു എക്സ്പെരിമെന്റ് പോലെയാണ് ചെയ്തത്. നമുക്കതിലെ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൽ യാതൊരു എററും കാര്യങ്ങളൊന്നുമില്ല. സക്സസ് ആയിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ കുറേ പേഴ്സണൽ മെസ്സേജും വന്നു, പ്രോഗ്രാം ഒന്ന് വേണം, പ്രോഗ്രാമിൻ്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് TDS7439 ആണ്. ഇതിന് ഏകദേശം 80 റുപ്പീസിൻ്റെ അടുത്തേ വരുന്നുള്ളൂ മാർക്കറ്റിൽ. നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു PCB ഡോട്ട് യൂസ് ചെയ്തു നമ്മളെ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ IC 9 വോൾട്ടിൻ്റെ ആണ്, 7809. ഇനിയിപ്പോൾ 7809 കിട്ടിയില്ലെങ്കിൽ 7808 എടുക്കാം, 8 വോൾട്ടിൻ്റെ. വലിയ കുഴപ്പമൊന്നുമില്ല, 8 വോൾട്ടോ 9 വോൾട്ടോ യൂസ് ചെയ്യാം. ബാക്കി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സിൻ്റെയും റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ ഒക്കെ ഞാൻ ഇതിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്തോളൂ, അതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുക. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഒരു 16:2 LCD ഡിസ്പ്ലേ ആണ്. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്, 16:2. പിന്നെ നമ്മളെ റോട്ടറി എൻകോഡർ ഉണ്ട്. റോട്ടറി എൻകോഡർ ഏകദേശം വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 150ൻ്റെ അടുത്ത്. അതുപോലെ LCD ഡിസ്പ്ലേക്കും 150ൻ്റെ അടുത്താണ് ഏകദേശമുള്ള റേറ്റ്. പിന്നെ ഓഡിനോൻ്റെ ഏകദേശം റേറ്റ് വന്നാൽ 350 ഒക്കെയാണ്. ഓഡിനോ മസ്റ്റാണ്, ഓഡിനോ ആണ് നമ്മൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ബോർഡ്, ഈ വൈറ്റ് കളറിൽ കാണുന്ന ആണ് ബ്രെഡ് ബോർഡ്. നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, കോമൺ ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡിൽ നമ്മൾ ഈ വയർസ് യൂസ് ചെയ്തിട്ട്, ജമ്പർ വയർസ് എന്നാണ് ഇങ്ങനത്തെ വയർസിന് പറയാം. ഇത് പല ടൈപ്പ് ഉണ്ട്, മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ, അങ്ങനെ 2, 3, 4 ടൈപ്പ് ഉണ്ട്. നമ്മുടെ യൂസിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എന്താ പറയുക, ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനുള്ള കമ്പോണൻസ്. പിന്നെ ഈ ഒരു ഓഡിനോ പ്രോഗ്രാമിങ്ങിന് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ ഒരു ഡാറ്റ കേബിൾ വേണം. അത് നമ്മൾ USB പോർട്ടായിട്ട്, മറ്റേ ഈ ഒരു വയറിൻ്റെ ഒരറ്റം USB പോർട്ടായിരിക്കും, മറ്റേ അറ്റം നമ്മുടെ ഈ ഓഡിനോ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. എന്നിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ബാക്കി പിന്നെ ഓഡിനോ ഐഡിയിലാണ്. സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തരാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളൂ, നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തോളൂ, അതായിരിക്കും കുറച്ചുകൂടി സുഖം. ഞാൻ ആ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മളെ കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഈ എല്ലാ കമ്പോണൻസിനും നമ്മൾ ഈ ഓഡിനോ ഐഡിയിൽ നമുക്ക് ലൈബ്രറീസ് വേണം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതിൻ്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതിൽ ഓഡിനോ ഉപയോഗിച്ചിട്ട് ഈ എല്ലാ കമ്പോണൻസ് മീൻസ് ഈ TDS7439 iSCORC ബസ് യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. iSCORC ബസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് wire.h. അതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറി. പിന്നെ എൻകോഡറിന് ലൈബ്രറി ഉണ്ട്, അതുപോലെ LCDക്ക് ലൈബ്രറി ഉണ്ട്, അതുപോലെ TDS7439 ലൈബ്രറി ഉണ്ട്. എല്ലാം അതിലുണ്ട്. നമുക്ക് അത് യൂസ് ചെയ്ത് അത് കറക്റ്റ് രീതിയിൽ ലൈബ്രറി ഡൗൺലോഡ് ചെയ്തിട്ട് ഓഡിനോ ഐഡിയിൽ പേസ്റ്റ് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു, ലൈബ്രറി പേസ്റ്റ് കാര്യങ്ങളൊക്കെ. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലൈബ്രറി ഒക്കെ നമ്മുടെ ഓഡിനോ ഐഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് കമ്പോണൻസിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി സർക്യൂട്ടിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഓഡിനോയും ബാക്കി കണക്ഷൻ എങ്ങനെയാണുള്ളത്. നമുക്കിനി സർക്യൂട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ LCDയും ഓഡിനോ ആയിട്ടുള്ള കണക്ഷൻ, അതുപോലെ റോട്ടറി എൻകോഡറും ഓഡിനോ ആയിട്ടുള്ള കണക്ഷൻ, പിന്നെ ഈ ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിനുള്ള പ്രീസെറ്റ്, പിന്നെ ഇൻപുട്ട് സെലക്ഷന് യൂസ് ചെയ്ത ഈ സ്വിച്ച് ആയിട്ടുള്ള കണക്ഷൻ, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ നോക്കാം. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ iSCORC ബസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു
TDS-743 കണക്ട് ചെയ്യാം, അത് നോക്കാം. അതിൻ്റെ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ഞാൻ ഈ ഒരു A4 ഷീറ്റിലേക്ക് ജസ്റ്റ് ഞാൻ തന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ LCDക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത പിൻസ് എന്ന് പറയുന്നത് D7, D6, D2, D3, D4, D5 ആണ്. ഈ പിന്നുകളാണ് നമ്മൾ LCDക്ക് വേണ്ടി യൂസ് ചെയ്തത്. ഈ പിൻ നമ്പേഴ്സൊക്കെ നമ്മുടെ ഓഡിനോമിൽ കറക്റ്റ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിന്ന് നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു നമ്പേഴ്സ്, ഈ പിന്നിൻ്റെ നമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തത്. നമ്മുടെ റോട്ടർ എൻകോഡറിലെ കണക്ഷൻ ഇതും ഇതിലുള്ള പോലെ തന്നെ കണക്ട് ചെയ്യുക. റോട്ടർ എൻകോഡറിൻ്റെ മുകളിൽ തന്നെ അതൊക്കെ അതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി കണക്ട് ചെയ്യുക. വേറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ.
ഒന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഓർഡിനോ പ്രോഗ്രാമിങ്ങും. നിങ്ങൾക്ക് കുറേ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസുകളുണ്ട്, ട്യൂട്ടോറിയൽ ഓർഡിനോ പ്രോഗ്രാമിങ്ങും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് ചെയ്യാം. പിന്നെ വെറുതെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളൊക്കെ ഓർഡിനോയെ കുറിച്ച് അറിയൊക്കെ ചെയ്യാമല്ലോ. ഈ പ്രൊജക്റ്റ് വഴിയെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനെ കുറിച്ച് അറിയാനും അതുപോലെ ചെയ്യാനൊക്കെ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ജസ്റ്റ് അങ്ങനെയാണല്ലോ പഠിക്കുക നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാം എന്ത് കാര്യം. അതുകൊണ്ടാണ്. പിന്നെ കുറേ ആകെ ഇൻട്രസ്റ്റ് ഉണ്ട് മീൻസ് ഇത് ചിലപ്പോൾ ഇതിന്റെ കോഡ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആൾമോസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ പ്രോഗ്രാമിംഗ് കോഡും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ ഫുൾ പ്രോഗ്രാമിംഗ് കോഡും സർക്യൂട്ട് ലൈബ്രറീസ് അതുപോലെ TDS 7439 ഡാറ്റ ഷീറ്റ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തോളൂ. ഇനി നമ്മൾ റിമോട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. IR സെൻസറൊക്കെ വെച്ചിട്ട് റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും കോഡൊക്കെ റെഡി ആയാലേ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും.